ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ മൂന്നാമത്തെ പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടില് നമ്മൾ കണ്ടത് ഹീറോയിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി അവളും എവിടേക്ക് പോകണ്ടെന്ന് അറിയാതെ പെട്ടിയും എടുത്ത് ഇറങ്ങുന്നുണ്ട്. ഇപ്പോ കട്ട് ചെയ്താല് ശോകത്തില് പുറത്തു വന്ന് പെട്ടിയുമായിട്ട് ചിന്തിച്ചിരിക്കുവാണ്, നമ്മൾ ഈ രാത്രി എവിടേക്കാ പോകണ്ടേന്ന്. അപ്പോ അതാ നമ്മുടെ ഹീറോ ജോഗിങ്ങിന് വേണ്ടി ഓടി വരുന്നുണ്ട്. ഇവള് കരുതും ഇവളെ തിരികെ വിളിക്കാനാണ് വരുന്നതെന്ന്. സാസാ ഇവിടെയുണ്ട്, ഞാൻ ഇവിടെയുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു കൂവാണ്. ഓവർ എക്സൈറ്റഡ് ആകണ്ട, ഞാൻ ജോഗിങ്ങിന് വേണ്ടി വന്നതാണ്, അല്ലാതെ നിന്നെ വിളിക്കാൻ വേണ്ടിയല്ലെന്ന് പറഞ്ഞതും അവള് സാഡായി. ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ശരിയാവുന്നില്ലെന്ന് പറഞ്ഞാല് ഞാനേ ബുക്ക് ചെയ്ത് തരാം, വേഗം പൊക്കോളെന്ന് പറഞ്ഞിട്ട് അവനും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളെ കൊണ്ട് മാത്രം എങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റുന്നെന്ന് ചോദിച്ചാല് കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട, നീ ഒന്ന് പോയി തന്നാലേ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞിട്ട് അവനും ഓടാനായിട്ട് തുടങ്ങുവാണ്. സോ ഇവളും വേറെ വഴിയില്ലാതെ ഹോട്ടലിലേക്ക് വന്നാല് ക്യാഷ് ഭയങ്കര അധികമായിട്ട് ചോദിക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. ഇവളുടെ കയ്യിൽ ക്യാഷ് ഇല്ല, ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടേ നിൽക്കുമ്പോഴാണ് ഒരു ഐഡിയ അവൾക്ക് ഉദിക്കുന്നത്. നേരെ അവള് പെട്ടിയായിട്ട് അവളുടെ കമ്പനിയിലേക്കാണ് വരുന്നത്. ഒരു ദിവസം ഹോട്ടലിൽ താമസിക്കാൻ അത്രയും ക്യാഷ് കൊടുക്കണമെങ്കിൽ മാസക്കണക്കിന് താമസിക്കാൻ എത്ര കൊടുക്കേണ്ടി വരും? അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തില് ഞാൻ പിച്ചക്കാരിയാകുമെന്ന് പറഞ്ഞിട്ട് ഓഫീസിലേക്ക് വന്ന് ഫയലൊക്കെ വെച്ചിരിക്കുന്ന റൂമിലേക്ക് ചെന്നിട്ട് ബെഡ് പോലെ വിരിച്ച് റെഡിയാക്കി അവിടെ ഇരിക്കുന്ന ഫയൽ എടുത്ത് തലയണ പോലെ വെച്ച് കിടക്കാമെന്ന് കരുതിയാല് അവൻ അവിടെയും എന്തോ റിച്വൽസ് ചെയ്യുന്ന പോലുള്ള പേപ്പറൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് ഇവള് പേടിച്ചു പോയി അതിലേക്ക് നോക്കാതെ തന്നെ തിരിഞ്ഞു കിടക്കുവാണ്. ഇപ്പൊ അതേ സമയം ഇവിടെ ഹീറോയെ കാണിക്കുന്നുണ്ട്. ഇന്നലെ ഹീറോയിൻ പാട്ട് പാടിയത് കൊണ്ട് അവൻ നന്നായിട്ട് ഉറങ്ങി. ഇന്ന് ഹീറോയിൻ ഇല്ലല്ലോ. സോ ഒട്ടും ഉറക്കം വരാതെ കിടന്നതും അവന്റെ ഫ്രണ്ട് വൂജിന്റെ അടുത്ത് നിന്ന് മെസ്സേജ് വരുന്നുണ്ട്. ഡാ നീ നന്നായിട്ട് ഉറങ്ങണേ, നാളെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്, മറക്കാതെ വരണം എന്ന് പറഞ്ഞാല് ശരിയെന്ന് പറഞ്ഞിട്ട് ഇവനും എങ്ങനെയെങ്കിലേക്ക് ഉറങ്ങാനായിട്ട് നോക്കിയാല് തീരെ ഉറക്കം വരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹീറോയിന് അവിടെ ആരോ കൊല്ലാൻ വരുന്നത് പോലെ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ടാല് ആർക്ക് ഉറങ്ങാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടേ അവൾ എഴുന്നേറ്റ് വരുന്നുണ്ട്. നോക്കിയാല് ദേണ്ടേ നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നു. ഇങ്ങേർക്ക് ഉറക്കൂല്ലേ, ഇവിടെയും വന്നോ, എന്തിനീ പാതിരാത്രി ഇങ്ങേര് ഇവിടെ വന്നിരിക്കുന്നെന്ന് ചോദിച്ചിട്ട് അവള് പോയി ഒളിക്കുന്നുണ്ട്. എന്തോ സൗണ്ട് കേട്ട ഹീറോയും ആരാ അവിടെ എന്ന് ചോദിച്ചിട്ടേ ലൈറ്റ് ഇട്ടിട്ട് തിരയാനായിട്ട് തുടങ്ങുവാണ്. ഇവൾ എങ്ങനെയൊക്കെയോ അവന്റെ കണ്ണിൽ പെടാതെ കുനിഞ്ഞും ഉരുണ്ടൊക്കെ രക്ഷപ്പെട്ട് ഓടുന്നുണ്ട്. ആരുമില്ലെന്ന് കരുതി ഹീറോയും അവന്റെ ക്യാബിൽ പോയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ഇവിടെ ഹീറോയിനും പിന്നെ അവളെ കിടന്ന പ്ലേസിലേക്ക് തിരികെ വന്ന് ഫസ്റ്റ് നന്നായിട്ട് ഉറങ്ങണം, എന്നാലേ മെന്റലി സ്റ്റേബിൾ ആകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് പൊതിച്ചു മൂടി കിടന്ന് ഉറങ്ങാനായിട്ട് തുടങ്ങുവാണ്. നെക്സ്റ്റ് നേരം വെളുത്തതും ഹീറോ നേരെ സൈക്കാട്രിസ്റ്റിനെ കാണാനായിട്ട് വന്നിരിക്കുവാണ്. അപ്പോ ഫ്രണ്ട് വൂജൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, ഡാ അവരുടെ അപ്പോയിന്റ്മെന്റ് വാങ്ങാൻ വേണ്ടിയിട്ട് അവരുടെ തന്നെ ഡിവോഴ്സ് കേസ് ഞാൻ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞാല് ഡാ ഇയാളെ കണ്ടിട്ട് പ്രൊഫഷണൽ ആയിട്ട് തോന്നുന്നില്ലെന്ന് ഹീറോ പറയാണ്. മണ്ണാങ്കട്ട, എല്ലാവരെയും റെസ്പെക്ട് ചെയ്യാനായിട്ട് പഠിക്കും, അവരൊന്നും അറിയാതെ അല്ലല്ലോ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നേ, മര്യാദയ്ക്ക് നിന്റെ പ്രശ്നം ശരിയാക്കാനുള്ള വഴി നോക്കെന്ന് പറയുവാണ്. ഇപ്പൊ ആ ഡോക്ടറും അവന്റെ അസുഖത്തെ പറ്റി ചോദിക്കാതെ ബൈ ദ ബൈ മിസ്റ്റർ ക്യുൻഹെ, നിങ്ങൾ എത്ര നാളായിട്ട് നിങ്ങളുടെ ആ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്? ഇത്തവണ ആ ഗോൾഡൻ അവാർഡ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഇല്ലെന്ന് പറഞ്ഞതും ഇത് കേട്ട് നമ്മുടെ ഹീറോയ്ക്ക് നല്ല ടെൻഷൻ ആകുന്നുണ്ട്. എന്റെ എബിലിറ്റി ആ അവാർഡ് വെച്ച് അളക്കേണ്ട കാര്യമില്ല, സോ അതേപോലെ ഒരു അവാർഡ് എനിക്ക് ആവശ്യമില്ലെന്ന് പറയുവാണ്. അങ്ങനെയല്ലല്ലോ, വലിയ അവാർഡൊക്കെ വാങ്ങിയില്ലെങ്കിൽ നീ ഒരു നല്ല ലോയർ ആണെന്ന് ആളുകൾ എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചാല് ഞാനൊരു നല്ല പേഴ്സൺ ആണ്, ഇതുവരെ 1000-ന് മേലെ കേസ് എടുത്ത് നടത്തിയിട്ടുണ്ട്, ഇത് മതിയാകില്ലേ എന്ന് ചോദിക്കാനായിട്ട് തുടങ്ങുവാണ്. കട്ട് ചെയ്താല് ഇവിടെ ഓഫീസിലാണ് കാണിക്കുന്നത്. രാവിലെ തന്നെ നമ്മുടെ ഹീറോയിനും ഉറക്കം തൂങ്ങി വീണൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും. ഇത് ബൂ വന്ന് കണ്ടിട്ട് എന്താ ഇത് രാവിലെ തന്നെ ഇത്രയും ക്ഷീണോ, രാത്രി എന്താ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കും. എല്ലാവരും നല്ല പോലെ ജോലി ചെയ്യുന്നുണ്ട്, ബൂ മാത്രം ജോലിയൊന്നും എടുക്കാതെ കയ്യിലൊരു ബണ്ണും വെച്ച് തിന്നുകൊണ്ട് നടക്കുന്നുണ്ട്, എല്ലാവരെയും കളിയാക്കിക്കൊണ്ട്. അപ്പൊ നമ്മുടെ ഹീറോയിനും അല്ല നമ്മുടെ ബോസ് ക്യുൻഹെ സാറിന് ഉറക്കമൊന്നും ആവശ്യമില്ലേ, എപ്പോഴും അവര് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമോ എന്ന് ചോദിച്ചാല് കഴിവില്ലാത്തവർക്ക് എഫോർട്ടിന്റെ വാല്യൂ അറിയില്ലെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. ഇവളെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്നാ തോന്നുന്നത്. പെട്ടെന്ന് ബൂ ഓടി വന്ന് ഹീറോയുടെ അടുത്ത് എല്ലാ വർക്ക്സുകളും ഞങ്ങൾ ചെയ്തോളാം ബോസ്, നിങ്ങൾ നന്നായിട്ട് ഉറങ്ങ്, പിന്നെ പുതിയ വീട്ടിലേക്ക് പോയെന്നറിഞ്ഞു, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാല് വീടൊക്കെ കൊള്ളാം, പക്ഷെ നെയ്ബർ ആണ് ശരിയല്ലാത്തത്, ശബ്ദം ഉണ്ടാക്കി ഇറിറ്റേറ്റ് ചെയ്യുന്നതും കൂടാതെ തിങ്സ് എല്ലാം താഴെ ഇട്ട് ഉടക്കുന്നെന്ന് പറഞ്ഞ് ഹീറോയിനെ സൈഡ് കണ്ണ് വഴി നോക്കി പറഞ്ഞതും ആഹാ ആരങ്ങനെയൊക്കെ ചെയ്യുന്നേ, അഡ്രസ് ഇതാ ബോസ്, കേസ് കൊടുത്ത് അകത്താക്കാമെന്ന് പറഞ്ഞാല് വേണ്ടടാ ഞാൻ തന്നെ ആളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോയി കളയും. കട്ട് ചെയ്താല് ഇന്നലെ ശരിയായിട്ട് ഉറങ്ങാത്തത് കൊണ്ട് കണ്ണില് ഡാർക്ക് സർക്കിൾസ് വന്നെന്ന് പറഞ്ഞിട്ട് അവള് മേക്കപ്പ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ
തങ്ങിലി വരുന്നുണ്ട്. നിന്റെ ബോസിന് മേക്കപ്പ് ഇടാതിരിക്കുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞതും ഇവളും അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട് അതെല്ലാം തുടച്ചു കളയുന്നുണ്ട്. ഇവിടെ ഹീറോയും ഫ്രഷപ്പ് ചെയ്ത് മുഖമൊക്കെ കഴുകി പുറത്തേക്ക് വരുമ്പോ ഹീറോയിനും തങ്ങിലിയും വരുന്നുണ്ട്. വേഗം വരണം, മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പോകുവാണ്. ഇപ്പോ മീറ്റിംഗ് റൂമിലാണ് കാണിക്കുന്നത്. ഇതൊരു ലോയർ ഓഫീസ് ആണല്ലോ, സോ ഓരോ കേസ് വരുമ്പോഴും അതെടുത്ത് സോൾവ് ചെയ്യുന്ന പോലെ ആയിരിക്കും. അതേപോലെ ഇപ്പൊ ഒരു ഡിവോഴ്സ് കേസ് വന്നിട്ടുണ്ട്. അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് യൂഫി ഓൾറെഡി ഒരു കേസിൽ ബിസി ആയിരിക്കുന്നത് കൊണ്ട് ഭൂവിനോടും ഹീറോയിനും എടുത്തോളാനായിട്ട് പറയും. സോ ഈ കേസിനെ പറ്റിയുള്ള അവരുടെ ഒപ്പീനിയൻ പറയാനായിട്ട് പറഞ്ഞാല് യൂഫയും പൂയും സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിന് മാത്രം ഒന്നും പറയാൻ കിട്ടുന്നില്ല. അവര് തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന പോലെ ഇരിക്കുവാണ്. ഇത് കണ്ട് ഹീറോ യു അപ്പോ ഇതില് നിന്റെ ഒപ്പീനിയൻ ഒന്നും ഉണ്ടാകില്ല എന്ന് ചോദിച്ചാല് അവര് രണ്ടുപേരും എല്ലാം പറഞ്ഞില്ലേ എന്ന് അവള് ചോദിക്കുവാണ്. ഓ, അപ്പോ നീ ഇതില് ഒന്നും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അല്ലെ? ക്യാഷ് വാങ്ങിയിട്ട് മേക്കപ്പിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നാ മതി എന്ന് ചോദിച്ചാല് ഞാനും പ്രൊഫഷണൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയാണ് മേക്കപ്പ് ഇടുന്നതെന്ന് അവൾ പറയും. പുറത്ത് ഭംഗി ആയതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അകത്തും അറിവ് വേണ്ടേ? അത് ഇംപ്രൂവ് ചെയ്യാനുള്ള വഴി നോക്കിയെന്ന് പറയുവാണ്. ശരി, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് ഹീറോയിൻ പറഞ്ഞാല് 1 മാസം നോക്കും. പിന്നെയും നീ ഇങ്ങനെ തുടർന്നാല് ദയവ് ചെയ്ത് കമ്പനിയിൽ നിന്ന് പുറത്തു പോകുന്നു പറഞ്ഞിട്ട് ഹീറോ പോകുവാണ്. പാവം, ഇത് കേട്ടിട്ട് ഹീറോയിനും വളരെ സാഡ് ആകുന്നുണ്ട്. പുറത്തേക്ക് വന്നാല് ഇവളുടെ മുഖം വെച്ചിട്ട് തങ്ങിലി കണ്ടുപിടിക്കുന്നുണ്ട് നല്ലപോലെ വഴക്ക് കേട്ടെന്ന്. ഭൂവും ഉടനെ യോയോ നീ വിഷമിക്കണ്ട, നീ എത്ര നാൾ ഈ കമ്പനിയിൽ ഉണ്ടാകുന്നു അത്ര നാള് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയും. പുറത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നേരെ 3 പേരും ഗ്രൂപ്പ് ചാറ്റില് സീക്രട്ട് ആയിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങുവാണ്. ഭൂ പറയും ബെറ്റ് വെക്കാം, ഇവൾ എത്ര നാളെ ഇവിടെ താങ്ങി പിടിക്കുമെന്ന് ബെറ്റ് വെച്ചാലോ എന്ന് ചോദിച്ചാല് നീ എന്താടാ പറയുന്നതെന്ന് തങ്ങിലി ചോദിക്കും. അല്ല, നമ്മുടെ ബോസ് ആയതുകൊണ്ട് പറഞ്ഞതാണെന്ന് അവനും പറയും. ഇത് കേട്ട് യൂഫയും ശരി, എനിക്കെന്തോ അവളുടെ മേലെ വിശ്വാസമുണ്ട്, കുറച്ച് സ്പെഷ്യൽ ആയിട്ടാ തോന്നുന്നതെന്ന് പറയുവാണ്. അതെന്താ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാല് കഴിഞ്ഞ തവണ വഴക്ക് കേട്ടതും ഇവിടെ ഇറങ്ങിപ്പോയതല്ലേ, പിന്നെയും തിരികെ വന്നിട്ടുണ്ടെങ്കിൽ അവള് സ്പെഷ്യൽ തന്നെയാണെന്ന് പറയുവാണ്. ഇപ്പൊ എല്ലാവരും അവളെ നോക്കിയാല് അവളെന്തോ പാവത്തെ പോലെ നോക്കിയിരിക്കുന്നുണ്ട്. ഇപ്പോ നൈറ്റ് നമ്മുടെ ഹീറോയിനും നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുവായിരിക്കും. നോക്കിയാല് ഹീറോ ഇന്നും വന്നിട്ടുണ്ട്. അവൻ എന്തോ മീറ്റിംഗിൽ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരിക്കും. ആ സൗണ്ട് കേട്ട് അയ്യോ നേരം വെളുത്തോ എന്ന് ചോദിച്ച് ചാടി എഴുന്നേറ്റാല് 5 മണിയേ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ ഇവൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തോ എന്ന് പറഞ്ഞിട്ട് ബെഡ്ഷീറ്റും ഒക്കെ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചിട്ട് അവള് റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ കറക്റ്റ് ആയിട്ട് ഹീറോ അവളെ കാണുന്നുണ്ട്. നീ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാല് ബോസ്, ഞാൻ ഉള്ളില് ഫയലുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, വന്ന് നോക്കിയപ്പോ നിങ്ങൾ ഇവിടെയുണ്ട്, അതാ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിയത്. അയ്യോ ബോസേ, നിങ്ങളുടെ കണ്ണിനടിയിൽ എന്താ ഇത്ര ഡാർക്ക് സർക്കിൾസ് ഒക്കെ വന്നിരിക്കുന്നേ? നിങ്ങൾ അത്രയും ജോലി ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാല് അതൊക്കെ വരും, അതിനിപ്പോ എന്താന്ന് ഹീറോ ചോദിക്കും. എന്നാലും ബോസ്, നിങ്ങൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നില്ലേ? എല്ലാം ഈ കമ്പനിക്ക് വേണ്ടിയല്ലേ? ഞാൻ വേണമെങ്കിൽ ഒരു കോഫി ഇട്ട് തരട്ടെ എന്ന് ചോദിച്ചാല് അതിന്റെ ഒന്നും ആവശ്യമില്ല, നീ നിന്റെ ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. ഇപ്പോ ക്യാബിലേക്ക് വന്നവൻ അത്രയും ഡാർക്ക് സർക്കിൾസ് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കണ്ണാടി വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് സൺഗ്ലാസ് എടുത്ത് വെച്ചിട്ട് പുറത്തേക്ക് വന്നാല് അവള് പിന്നെയും ആ ഫയൽ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഇവളും ഇവനെ കണ്ടതും ഓടി വന്നിട്ട് ബോസ്, ഞാനും നല്ലൊരു ലോയർ ആകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നേ, അകത്തുള്ള ഫയലുകളൊക്കെ ഞാൻ വായിച്ചു നോക്കി, വളരെ നന്നായിട്ടുണ്ട്, ഇപ്പോ ഞാൻ പോയി ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഓടിക്കളയും. നെക്സ്റ്റ് ഇപ്പോ ഓഫീസിൽ എല്ലാവരും തകർത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോഴാണ് നമ്മുടെ ഭൂജൻ അവിടേക്ക് എൻട്രി കൊടുക്കുന്നത്. ഹലോ ഗായ്സ്, എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് വളരെ ജോളി ആയിട്ടുള്ള ടൈപ്പാണ് അവൻ. ഭൂജനെ കണ്ട് ഹീറോയിനും ഷെടാ ക്യുൻഹെ സാറിനേക്കാൾ എത്ര അടിപൊളിയാണ് ഇവരെന്ന് പറഞ്ഞതും നീയാണോ പുതിയതായിട്ട് വന്ന യു എന്ന് ചോദിച്ച് ഭൂജൻ തന്നെ അവളെ വന്ന് ഇൻട്രൊഡ്യൂസ് ആകുന്നുണ്ട്. അതേ ബോസ് എന്ന് പറഞ്ഞിട്ട് ഇവളും ചിരിച്ചുകൊണ്ട് സംസാരിക്കാനായിട്ട് തുടങ്ങുവാണ്. ശരി നന്നായിട്ട് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവനും നേരെ ഹീറോയുടെ അടുത്തേക്ക് വരും. എന്താടാ നീ ട്രീറ്റ്മെന്റിന് പോകാത്തെന്ന് ചോദിച്ചാല് അവനൊരക്ഷരം മിണ്ടുന്നേ ഇല്ല. നൈറ്റ് നീ ഉറങ്ങിയില്ല എന്ന് ചോദിച്ച് കണ്ണട എടുത്ത് മാറ്റിയാല് നോക്ക്, നിന്റെ കണ്ണിന്റെ അവസ്ഥ കണ്ടോ? ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നേ, നീ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാല് എത്രയും വൈകാതെ നീ ചത്തുപോകൂടാ. ഞാൻ വേണമെങ്കിൽ നിനക്ക് വെക്കേഷൻ റെഡിയാക്കാം, നീ ഒന്ന് പോയി ജോളിയായിട്ട് ചുറ്റിക്കറങ്ങി വാ എന്ന് പറഞ്ഞാലും ഹീറോ സമ്മതിക്കുന്നില്ല. വേണ്ട, വർക്കാണ് മുഖ്യമെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറും. ശരി, എനിക്ക് ഒരേ ഒരു കാര്യം മാത്രം അറിയണം, എന്തിനാ നീ അവളെ സെലക്ട് ചെയ്തതെന്ന് ഹീറോയിനെ കുറിച്ച് ചോദിച്ചാല് ഡാ അവളുടെ അടുത്ത് കഴിവുണ്ടടാ, ഇപ്പോ മനസ്സിലായില്ലെങ്കിലും പോകെ മനസ്സിലാകും, വെയിറ്റ് ചെയ്യടാ എന്ന് പറയുവാണ്. ഉടനെ ഹീറോ ബ്രോ, ഈ യുവിന്റെ ചേച്ചി ചെൻഷി ആയതുകൊണ്ടല്ലേ നിനക്ക് ഇത്ര താല്പര്യം? കുറച്ച് മോനൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോയേ. കോളേജിൽ പഠിക്കുമ്പോ വളയ്ക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ലേ, അതിൽ നിന്ന് നീ ഒരു തരി പോലും മാറിയില്ലേടാന്ന് ചോദിച്ചാല് ഇവൻ തപ്പിക്കളിക്കാനായിട്ട് തുടങ്ങുവാണ്. അതൊക്കെ ഫ്ലാഷ് ബാക്ക് അല്ലേ, ഇപ്പൊ എന്തിനാ നീ അത് ഇവിടെ കൊണ്ടുവരണം? ഡാ നീ അവൾക്ക് കുറച്ച് ടൈം കൊടുക്കടാ, പഠിച്ചു വരുന്നല്ലേ ഉള്ളു കൊച്ച്, നല്ല കൊച്ചാടാ എന്ന് പറഞ്ഞ് സോപ്പിടാൻ നോക്കിയാലും ഓക്കെ
അവൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം റെസ്പോൺസിബിലിറ്റി നീ ഏറ്റെടുക്കണം. എന്റെ ടൈം വേസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞതും എന്താ ബ്രോ തമാശ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഭൂജനും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇപ്പോ കട്ട് ചെയ്താല് നൈറ്റ് വർക്ക് കഴിഞ്ഞ് എല്ലാവരും പോയി. ഹീറോയിനും മാത്രമേ ഇപ്പൊ ഓഫീസിലുള്ളൂ. അവൻ എഴുന്നേൽക്കുന്നുണ്ട്. വീട്ടിലേക്ക് പോകുമെന്ന് നോക്കിയാല് കോഫി ഇട്ടോണ്ടിരിക്കുന്നു. ഇവൻ ഇവിടെ നിന്ന് പോയാൽ മാത്രമാണല്ലോ നമ്മുടെ ഹീറോയിന് അവിടെ ചെന്നിട്ട് ഉറങ്ങാൻ പറ്റൂ. വേഗം പോസ് എന്ന് പറഞ്ഞ് അവള് പുലമ്പിക്കൊണ്ടേ അവള് ഉറങ്ങി തൂങ്ങി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും. ഇത് നമ്മുടെ ഹീറോയും ശ്രദ്ധിക്കുന്നുണ്ട്. സോ ഉടനെ തന്നെ അവനെല്ലാം എടുത്തു വെച്ചിട്ട് അവനും വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങുവാണ്. നമ്മുടെ ഹീറോയിന് ഇത് കണ്ട് വളരെ സന്തോഷം. ഈ സ്മാർട്ട് ആണെന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ ശരിക്കും മണ്ടന്മാരാണെന്ന് പറഞ്ഞിട്ട് അവളും സുഖമായിട്ട് കിടന്നുറങ്ങാനായിട്ട് തുടങ്ങുവാണ്. ഇപ്പോ നോക്കിയാല് ഹീറോ വീട്ടിലേക്കൊന്നും പോയിട്ടില്ല. അവൻ തിരികെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഹീറോയിനെ രാവിലെ അവൻ ഫയലിന്റെ റൂമിൽ വെച്ച് കണ്ടില്ലേ, അതുമുതലേ അവൻ അവളുടെ മേലെ ഡൗട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഇപ്പൊ നേരെ ഫയലൊക്കെ വെച്ചിരിക്കുന്ന റൂമിലേക്ക് വന്ന് നോക്കിയാല് അവിടെ അവൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുവായിരിക്കും. ഹീറോയ്ക്ക് നല്ല പോലെ ടെൻഷൻ ആകുന്നുണ്ട്. യുയു എന്ന് വിളിച്ചലറിയതും ഇവൾ എഴുന്നേൽക്കുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കടന്നുകൊണ്ടിരിക്കുവാണ്. യുയു എഴുന്നേൽക്ക്, മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞതും ഇപ്പോഴാണ് ഇവൾക്ക് കത്തുന്നത്. ചാടി എഴുന്നേറ്റ് നോക്കിയാല് ദേണ്ടേ ഹീറോ നിൽക്കുന്നു. ഇവൾ എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ പറബോസ് എന്ന് പറഞ്ഞ് പാവത്തെ പോലെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. എന്നാലേ ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.